السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين لا يؤمنون بآيات الله لا يهديهم الله ولهم عذاب أليم. إنما يفتري الكذب الذين لا يؤمنون بآيات الله وأولئك هم الكاذبون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. رب على العرش استوى وكذا ذكر متشابهات في الكتاب وفي الخبر كالله ينزل في السماء وقت السحر وكذا يمين الله هذا كالحجر مما تعالى الله عن معنى ظهر منها اتفاقا غير من لا يعتبر. ബഹുമാനികളെ, ഞാൻ വിഷയത്തിലേക്ക് കടന്നു സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ കീഴിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നാദാപുരം, കുറ്റ്യാടി, പാറക്കടവ്, തൂവക്കുന്ന്, പെരിങ്ങത്തൂർ, മേപ്പയ്യൂർ, പേരാമ്പ്ര, വടകര, ഇങ്ങനെ പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നാം കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ റിസൾട്ട് ലഭിച്ചപ്പോൾ നമ്മുടെ നാദാപുരം ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 64% ഡിസ്റ്റിങ്ഷനും 36% ഫസ്റ്റ് ക്ലാസ്സുമായി കുട്ടികളെല്ലാം വിജയം നേടി. ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ നാദാപുരം ദാറുൽ ഹുദയിൽ നടക്കുന്നുണ്ട്. 90%-ലധികം വിജയം ലഭിച്ചപ്പോൾ നമ്മുടെ കൂടെ താമസിച്ചു പഠിക്കുന്ന എല്ലാ കുട്ടികളും 100% ദാറുൽ ഹുദയിൽ വിജയം കൈവരിച്ചു. കുറ്റ്യാടിയിൽ ശരീഅത്ത് കോളേജ്, അറബി കോളേജ്, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജ്, പുറമെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഉറുദു കോളേജും, വടക്കേ ഇന്ത്യയിലെ വളരെ പാവപ്പെട്ട യാതൊരു കഴിവുമില്ലാത്ത ചെറിയ മക്കളെ കൊണ്ടുവന്ന് അവർക്ക്
മതഭൗതിക വിദ്യാഭ്യാസം നൽകി രാഷ്ട്രത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്നവരായി വളർത്തിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കും. മറുഭാഗത്ത് PG എടുത്ത വലിയ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി ദേവാ കോളേജ് നടക്കും. ഈ വർഷവും 100-100ഓളം അപേക്ഷകൾ വന്നെങ്കിലും ചുരുങ്ങിയ അപേക്ഷകൾ മാത്രമേ നമുക്ക് പരിഗണിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഏതായിരുന്നാലും 30ഓളം വിദ്യാർത്ഥികളെ ഈ വർഷവും പ്രവേശനം നൽകിയിട്ടുണ്ട്. ദേവാ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ BA പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഇന്നലെ എന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യിപ്പിച്ചു പോയിരുന്നു. അതിനു മുമ്പ് നടന്ന +2 പരീക്ഷയിൽ ദേവാ കോളേജിലെ വിദ്യാർത്ഥികൾ 100%, അതിൽ തന്നെ 60% ഫസ്റ്റ് ക്ലാസും 40 സെക്കൻഡ് ക്ലാസുമായി വിജയം കൈവരിച്ചിട്ടുണ്ട്. ചില കുട്ടികൾക്ക് ചുരുങ്ങിയ മാർക്ക് മാത്രമാണ് ഡിസിഷൻ ലഭിക്കാൻ കുറവുള്ളത്. ഏതായിരുന്നാലും ദേവാ കോളേജിൽ 100% വിജയം വാങ്ങിത്തന്ന നമ്മുടെ കോളേജിന്റെ മാനേജർ, അതിന്റെ പ്രധാന വക്താവുമായ റാഷിദ് ബുഖാരി ഉസ്താദ് അവറുകൾക്ക്, അതുപോലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ 3 വിദ്യാർത്ഥികൾക്ക് ഇവിടെ കേശ് അവാർഡ് നൽകുന്നു. അങ്ങനെ അത് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹ തങ്ങളവറുകളെയും വിദ്യാർത്ഥികളെയും ക്ഷണിക്കുന്നു. മാനേജർക്ക് ആദ്യമായി തങ്ങളവറുകൾ കേശ് അവാർഡ് നൽകുന്നു. രണ്ടാമതായി വിദ്യാർത്ഥി ഷഫീഖ് കാവുംപടി, മൂന്നാമതായി സവാദ് PP കായക്കൊടി, നാലാമതായി ഷൗക്കത്ത് അലി OK കൂരാച്ചുണ്ട്. സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഇവിടെ നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഏത് മുസ്ലിം രാഷ്ട്രത്തിൽ ചെന്നാലും, ഇന്ത്യ രാജ്യത്ത് ഏത് സ്റ്റേറ്റുകളിൽ ചെന്നാലും, എല്ലാ സ്ഥലത്തുമുള്ള 99% വരുന്ന മുസ്ലിമീങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിനെ അവഗണിച്ചുകൊണ്ട് ഇവിടെ ഏതെങ്കിലും പുത്തൻ ആശയക്കാർക്ക് അവരുടെ ആശയങ്ങൾക്ക് മേൽക്കോയ്മ ഉണ്ടാക്കാൻ ഏത് പണ്ഡിതനെയും ചീത്ത പറയുകയും ഏത് മഹാന്മാരെയും നിസ്സാരപ്പെടുത്തുകയും നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുന്ന ആചാരങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നോക്കി നിൽക്കുക എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. സഹോദരന്മാരെ, അതിനാൽ ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ വിമർശിച്ചും ചോദ്യം ചെയ്തും പണ്ഡിതന്മാരെ ശകാരിച്ചും പ്രസംഗങ്ങൾ നടന്നാൽ അപ്പോൾ ഉടനെ തന്നെ മറുപടികൾ ഉണ്ടാകും. അതിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. 1400-ലധികം കൊല്ലമായിട്ടും തീരുമാനാകാത്ത ഒരു ദീന്, അതാണ് മുജാഹിദിന്റെ മതം. ഇവിടെ വന്ന ഹുസൈൻ സലഫി മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല, മന്ത്രം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഇവിടുന്ന് പ്രസംഗിച്ചു. ഖുർആൻ ഓതി മന്ത്രിക്കുന്നതും മറ്റും അംഗീകരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആശയം നിങ്ങൾ മാറ്റിയതാണ്, നിങ്ങൾ നേരത്തെ മന്ത്രത്തെ എതിർത്തവരാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മൗലവി പറഞ്ഞത് എന്താണെന്നറിയോ? അത് ഞങ്ങൾ എതിർത്തത് ശിർക്കുള്ള മന്ത്രത്തെയാണ്, ശരിയായ മന്ത്രത്തെയല്ല. ഞങ്ങളുടെ അമാനിയുടെ ഖുർആൻ പരിഭാഷയിലുണ്ട്, പണ്ട് കുണ്ടുതോട് വാദപ്രതിവാദത്തിൽ മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ഇതും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മൗലവി മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്.
കാരണം മുമ്പ് അമാനി മൗലവി എഴുതിയതും അതുപോലെ കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ എഴുതിയതൊക്കെ പഴയ നിയമമാണ്. മുജാഹിദുകൾക്ക് പഴയ നിയമം, പുതിയ നിയമം, ഇങ്ങനെ രണ്ട് നിയമം ഉണ്ടാവും. അത് പഴയ നിയമമാണ്. അതിനുശേഷം മന്ത്രത്തെ വ്യക്തമായി എതിർത്തവരാണവർ. അത് ഖുർആൻ ഓതിയുള്ള മന്ത്രത്തെയും എല്ലാ മന്ത്രത്തെയും അവർ എതിർത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ 92-ാമത്തെ പേജിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. മൗലവിയുടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. ശിർക്കിന്റെ ചുവയില്ലാതെ അള്ളാഹുവിന്റെ സഹായം മാത്രം തേടിക്കൊണ്ടും ഖുർആൻ ആയത്തുകളും ശരിയായ ചില പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ടും മന്ത്രിക്കുന്നതും ഉറുക്കെഴുതി കെട്ടുന്നതും എഴുതി കലക്കി കുടിക്കുന്നതും ദോഷമില്ലെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ മാതൃക ആര് കാണിച്ചു? അപ്പൊ മൂപ്പരയിനെ വിമർശിക്കാൻ ഇവിടുന്ന് നമ്മളെ ഹുസൈൻ സലഫി എന്റെ മുമ്പിൽ കുടുങ്ങിയിട്ട് മന്ത്രത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല, മന്ത്രം തെറ്റല്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നപ്പോ ഓരോന്നോരോന്ന് ഞങ്ങൾക്ക് സമ്മതിച്ച് ഏത്തയിടുകയല്ലേ എന്ന് ചോദിച്ചു. അതൊന്ന് വെച്ചു കൊടുത്താ മോനെ, അദ്ദേഹം മന്ത്രം തെറ്റല്ല എന്ന് പറയുന്നു ഒന്ന് കൊടുത്താൽ. മുർമൂലി പറഞ്ഞതിനെതിരായിട്ട് പറയുന്നു. നിങ്ങൾക്ക് കേൾക്കണോ? എന്താ ആരോപണം? നമ്മളിവിടെ കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞതാണെന്ത്? മന്ത്രം മുജാഹിദുകൾ നിഷേധിച്ചിട്ടില്ല, മന്ത്രത്തിന് നമ്മൾ എതിരല്ല, മന്ത്രത്തിന് നാം തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി നമ്മളിവിടെ വിശദീകരിച്ചതാണ്. മന്ത്രം എന്ന് പറയുന്നത് തെറ്റുള്ളതും അല്ലാത്തതുമുണ്ട്. ദുർമന്ത്രങ്ങളില്ല, ആ രൂപത്തിലുള്ള മന്ത്രങ്ങളല്ലാത്ത ശരിയായ മന്ത്രങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതാണ്. നമ്മളും മന്ത്രിക്കാറുണ്ട്, രോഗികൾക്ക് മന്ത്രിക്കേണ്ടതുണ്ട്. കേട്ടില്ലേ? അപ്പൊ ഉമർ മൗലവി പറഞ്ഞതോ? ഉമർ മൗലവി പറയുന്നത് ശിർക്കിന്റെ ചുവയില്ലാതെ അള്ളാഹുവിന്റെ സഹായം മാത്രം തേടിക്കൊണ്ടും ഖുർആനായത്തുകളും ശരിയായ ചില പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ടും മന്ത്രിക്കുന്നതും ഉറുക്കെഴുതി കെട്ടുന്നതും എഴുതി കലക്കി കുടിക്കുന്നതും ദോഷമില്ലെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ മാതൃക ആര് കാണിച്ചു പോന്ന? ഉമർ മൗലവി വിമർശിക്കാൻ. ഹുസൈൻ സലഫി പറഞ്ഞു, ഞങ്ങൾ മന്ത്രിക്കാറുണ്ട്, മന്ത്രിക്കുകയും വേണം. ഓരോ മൗലവിക്ക് ഓരോ മതം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫാത്തിഹയുടെ തീരത്ത് എന്ന ഉമർ മൗലവിയുടെ പുസ്തകമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. മുജാഹിദിന്റെ പണ്ഡിത സംഘടനയുടെ ജനറൽ സെക്രട്ടറിയോട്, അതേ വലിയ വക്താവിനോട് ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഞാനുമായി വാഴക്കാട് വെച്ച് ഖണ്ഡന പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ്. ആ മൗലവി 8-9 പ്രാവശ്യം ഖണ്ഡനത്തിൽ വന്നെങ്കിലും പിന്നീട് ഖണ്ഡന പ്രസംഗത്തിന്റെ രംഗത്ത് അദ്ദേഹം വരാറില്ല. ഇപ്പോഴദ്ദേഹത്തെ കാണാറില്ല. ഇടക്കെങ്ങാനും ഏതെങ്കിലും സമ്മേളനത്തിലോ മറ്റു മാത്രമേ കാണൂ. അദ്ദേഹത്തോട് ചോദ്യം വന്നു, നിങ്ങളുടെ മുമ്പുള്ള കിതാബുകളിലും നിങ്ങളുടെ പഴയ കാലത്തുള്ള നേതാക്കന്മാരെഴുതിയ പുസ്തകങ്ങളിലുമൊക്കെ ഉനൂത്തോന്ന് സുന്നത്താണെന്നും മറ്റു പലതും പറയുന്നുണ്ടല്ലോ. അതിനയാൾ പറയുന്ന മറുപടി ഒന്ന് കേട്ടോളൂ നിങ്ങൾ എന്ന് വെച്ചു കൊടുത്താവനെ. ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ പഴയ പഴയ അമലിയാത്തില് സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മുജാഹിദുകളുടെ ഇസ്ലാഹി പ്രസ്ഥാനക്കാരുടെ അമലിയാത്തല്ലേ, അവരുടെ പുസ്തകമല്ലേ, അവരുടെ ലേഖനമല്ലേ, അവരുടെ പത്രമല്ലേ ആണ്. അതിൽ ഖുനൂത്ത് ഓതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. എന്താ അത് സ്വീകരിക്കാത്തത്? അതിന് തെളിവില്ലാത്തത് കൊണ്ട്. കേട്ടോ? മറുപടിയൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അതിൽ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പിന്നെ ഖുനൂത്ത് സുന്നത്താന്ന് പറഞ്ഞില്ലേ? ഉണ്ട്. പിന്നെ എന്താ ഓതാത്ത്? തെളിവില്ലാത്തതുണ്ട്. അപ്പൊ ഈ തെളിവില്ലാത്തത് പറയാനാണോ ഇവരെ പുസ്തകമൊക്കെ? തെളിവില്ലാത്തത് പറയാനാണോ ഇവരുടെ പ്രസിദ്ധീകരണമൊക്കെ? അത് ഈ സെക്രട്ടറിയുടെ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. ഇനി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അതേ സമയത്ത് തന്നെ ഇതാ നമ്മുടെ സക്കരിയ സലാഹി അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നു, അതൊന്ന് കേട്ടോളൂ. യഥാർത്ഥത്തിൽ വിത്റിലെ ഖുനൂത്തിന്റെ ഹദീസ് ലഈഫാണെന്ന ചില പണ്ഡിതന്മാരുടെ നിഗമനം സത്യമാണെന്ന് കരുതിയത് കൊണ്ടാണ് വിത്റിൽ ഖുനൂത്തില്ലെന്ന് നമ്മുടെ പണ്ഡിതന്മാർ പലരും വിശ്വസിച്ചത്. എന്നാൽ
ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള സെലഫികൾ കരുതുന്ന പോലെ ഈ വിഷയത്തിലുള്ള ഹദീസുകൾ സഹീഹാണെന്നും അതുകൊണ്ട് വിത്റുൽ ഖുനൂത്ത് സുന്നത്താണെന്നും വിശ്വസിക്കുന്നവർ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിലും ഉണ്ട്. അപ്പൊ ഇതുവരെ മനസ്സിലായത് ലൈഫാണെന്ന, ഇപ്പൊ നോക്കുമ്പോ മനസ്സിലാകുന്നുണ്ട് ലൈഫ് അല്ല. ഇവരെ മതം എങ്ങനെ ഉണ്ടാവും? ഓരോ ആഴ്ച ഓരോ മതം. എന്നിട്ട് മൗലവി പറഞ്ഞല്ലോ ഞങ്ങളെ പഴയ പുസ്തകത്തിൽ മന്ത്രത്തെ അനുകൂലിച്ചു. അത് ഉമർ മൗലവിയൊക്കെ എതിർക്കുന്നതിന് മുമ്പാ. ഇങ്ങനെ കൊല്ലത്തിൽ മാറണല്ലോ, അത് വളരെ മുമ്പുള്ളതാ. അത് അവര് തന്നെ അവരാശയത്തെ കുറിച്ച് എഴുതിയത് നിങ്ങളൊന്ന് കേട്ടോളി. ഇത് KNM കോർഡിനേഷൻ കമ്മിറ്റി 16/5/2001 ബുധനാഴ്ച മുജാഹിദ് സെന്ററിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിലും ചിലർക്ക് വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സമർത്ഥിച്ചുകൊണ്ട് അവതരിപ്പിച്ച പ്രബന്ധമാണ്. ഇത് കണ്ടോ? പ്രബന്ധത്തിൽ എന്താ പറയുന്നത് കേട്ടോളി. അപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ തെറ്റായ ധാരണകളെ നാം തിരുത്തി. പിന്നീട് കൂടുതൽ പ്രബലവും വ്യക്തവുമായ തെളിവുകൾ ലഭിച്ചപ്പോൾ നമ്മുടെ ചില ധാരണകളെ വീണ്ടും തിരുത്തേണ്ടി വന്നു. തിരുത്തുന്ന പോലെ മനസ്സിലാക്കേ. ഇവർക്ക് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒന്നും തെളിവ് നോക്കിയിട്ട് മതിയായില്ല. ഇവരെന്നെ തെളിവ് നോക്കണമെന്ന് തീരുമാനിച്ചു. എന്നിട്ടോ ഇങ്ങനെ ഓരോ മൗലവിയും നോക്കാ തിരുത്തുക, നോക്കാ തിരുത്തുക, നോക്കാ തിരുത്തുക. ഇത് തന്നെ പരിപാടി. നാരായണത്ത് ഭ്രാന്തന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. മേലോട്ടേക്ക് ഇങ്ങനെ കല്ലുരുട്ടി കൊണ്ടുപോവുക, താഴെ ഇടുക, പിന്നെ ഉരുട്ടുക, പിന്നെയും താഴെ ഇടുക. ഇനിയോ പറയാണ്, ഇങ്ങനെ ഇടക്കാലത്തു നാം സ്വീകരിച്ചതും പിന്നീട് തിരുത്തപ്പെട്ടു പോയതുമായ പല കാര്യങ്ങളും നമ്മുടെ ആദ്യകാല പ്രസിദ്ധീകരണങ്ങളിൽ കണ്ടേക്കാം. പിന്നെയും പറയാണ്, ഉദാഹരണം മൗലിദാഘോഷം, തറാവീഹ് നമസ്കാരം എന്നിവയെ കുറിച്ച് അൽ മുർഷിദിലും മറ്റും വന്ന ലേഖനങ്ങൾ. അപ്പൊ ഇവരുടെ നേതാക്കന്മാര് മൗലിദിനെ അനുകൂലിച്ചതാണ്. അതുപോലെ തറാവീഹ് നിസ്കാരം 20 എഴുതിയതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ എഴുതി വെച്ചതാണ്. അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത്. എന്നാൽ സക്കരിയ സലാഹിന്റെ ഉസ്താദുണ്ട് സലാം സുല്ലമി, മറ്റേ മടവൂർ മുജാഹിദിന്റെ നേതാവാ. അയാള് ചോദിക്കുന്നത്, നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കലല്ലേ, അങ്ങനെ ശുദ്ധീകരിച്ചോണ്ടിരിക്കുന്ന ശുദ്ധീകരണം പിന്നെ എപ്പോഴാ നിർത്തിയത്? അങ്ങനെ ഫിൽട്ടർ ഓഫ് ആക്കിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ ദിവസം മാറ്റല്ലേ, പിന്നെ അതെപ്പോ അത് നിർത്തിയത് എപ്പോഴാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എപ്പോഴാ നമ്മൾ കടഞ്ഞെടുത്തത്? പിന്നെ ഇനി അങ്ങോട്ടൊന്നും മാറ്റാൻ പാടില്ല എന്നെപ്പാ തീരുമാനിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങനെയാണ് അവർ രണ്ടായി പിരിഞ്ഞത്. ഒരു കാരണം. എന്നാൽ നിങ്ങൾക്കൊരു രസം കേൾക്കണോ? ഹുസൈൻ സലഫി അടക്കമുള്ള മുജാഹിദുകളിൽപ്പെട്ട ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ എന്നെ വിമർശിച്ചിട്ട് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പാണ് ഞാൻ കേൾപ്പിക്കുന്നത്. എന്താ വിഷയം എന്നറിയോ? ഹദീസിലുണ്ട് ഐക്കല്ല് കെട്ടുന്നതിനെതിരായി ഹദീസിൽ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് പ്രസംഗം പറഞ്ഞു, ഐക്കല്ല് എന്ന് പറഞ്ഞാൽ അത് കല്ലാണ്. അങ്ങനെ ക്ഷേത്രങ്ങളിലും മറ്റും വെച്ച് പൂജകൾ നടത്തിയ കല്ലുകളും മറ്റും കെട്ടുന്ന ഏർപ്പാട് ചില ആളുകൾക്ക് ഉണ്ട്. അത് ഈ നമ്മുടെ മതക്കാരല്ലാത്തവർ അവരുടേതായ ആശയം സ്വീകരിച്ച് ജീവിക്കുന്നതിന് നമ്മൾ അതിനെ വിമർശിച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരത്തിലുള്ള കല്ലുകളൊന്നും കെട്ടാനും പാടില്ല. അതാണ് ഐ കല്ല് എന്ന് പറയുന്നത്. ഇത് ഞാൻ കല്ലാണത് സാധനം, അല്ലാതെ ദിക്റ് എഴുതി കെട്ടുന്നതിനെ സംബന്ധിച്ച് അല്ല. ദിക്റ് എഴുതി കെട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഐ കല്ല് എന്ന് പറഞ്ഞ് കല്ല് കെട്ടരുത് എന്നാണ് വിശദീകരിച്ചു. അതിനെ മൂപ്പര് ഇവിടെ വന്നിട്ട് പ്രസംഗത്തില് അങ്ങട്ട് എടുത്ത് പറയാ, എന്താണ് തല, അത് വെയിലൊള്ളിക്കാൻ പാടില്ല, മൂപ്പര് വെയിലൊള്ളിക്കാൻ പാടില്ല, മൂപ്പര് ഭയങ്കര കണ്ടു ഐ കല്ല് എന്നാ മൂപ്പര് പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വിമർശിക്കുന്ന ഭാഗം ഒന്ന് ആദ്യം കേട്ടോളി. എന്നിട്ട് ഞാൻ ഹുസൈൻ സലഫിന്റെ വിവരക്കേട് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാ. ആദ്യം ഹുസൈൻ സലഫി വിമർശിക്കുന്ന ഭാഗം ഒന്ന് വെച്ചു കൊടുക്കുമോനെ.
കാര്യം പറയുമ്പോ പലപ്പോഴും ഐക്കല്ല് എന്നറിയില്ലേ. ഇനിയാണ് നിങ്ങൾ ആ ക്ലിപ്പൊന്ന് കേട്ടോളീൻ. എന്താ മൂപ്പര് ഒരു ഐക്കല്ലിനെ പറ്റി പറയുന്നുണ്ട്. ഐക്കല്ലിനെ മൂപ്പര് മുറിച്ചിട്ട് അർത്ഥം പറയുന്നത് ബഹുരസാണ്. അത് വല്ലാത്തൊരു ഗവേഷണ ബുദ്ധിയാട്ടോ. ആ തല വെയിലൊള്ളിക്കാൻ പാടില്ല, എവിടെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഇരുത്ത് തന്നെ വേണം. കാരണം എന്താ, ഐക്കല്ലിന് മൂപ്പര് നിങ്ങളുടെ തഫ്സീർ കേട്ടോളൂ. എഴുതി കെട്ടാൻ പാടില്ല എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചാണ്? അതിന്റെ അർത്ഥം എന്താ അറിയോ? ഈ കല്ല്, ചില കല്ലും സാധനമൊക്കെ എടുത്തിട്ട് കാവലിന് കെട്ടലുണ്ട്. ഐ കല്ല് എന്ന് പറഞ്ഞതാ. അങ്ങനെ കല്ലൊക്കെ എടുത്തിട്ട് ചിലർ കെട്ടലുണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഈ കല്ല്, ചില കല്ലും സാധനമൊക്കെ എടുത്തിട്ട് കാവലിന് കെട്ടലുണ്ട്. ഐ കല്ല് എന്ന് പറഞ്ഞതാ. അങ്ങനെ കല്ലൊക്കെ എടുത്തിട്ട് ചിലർ കെട്ടലുണ്ട്. അപ്പളാ മനസ്സിലായത് ഇവര് കല്ലും കെട്ടലുണ്ടല്ലേ. കല്ല്, ഐ കല്ല് എന്നുള്ളതിന് മൂപ്പര് തഫ്സീർ കൊടുക്കണേ. മിനായിൽ കൊടി കുത്തുണ്ടോ വെച്ചേക്ക്, ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്ത് എന്ന് ചോദിച്ചാൽ വരെ സൂപ്പർ വിവരണാപ്പത്. എന്ത് ഐക്കല്ല്? നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കേട്ടിക്കണം? ഐ കല്ല്, അതായത് ഇനിയിപ്പോ അടുത്തീര് പറയണം ഞാൻ കല്ല്, കല്ല് കെട്ടിക്കൊടുക്കണതിനെ പറ്റിയാ പറഞ്ഞത്. കല്ല് കെട്ടേ നോക്കണം, വിവരണം കൊടുത്തത് ഐക്കല്ലിനാണ് മൂപ്പര്. കല്ല് കെട്ടിനാണ് പറഞ്ഞത്. എന്താണ് സഹോദരന്മാരെ, ഒരു മനുഷ്യൻ അധപ്പതിച്ചാൽ, ഒരാൾ അധപ്പതിച്ചാൽ ഏത് ആഴത്തിലേക്ക് വരെ എത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഐക്കല്ല് എന്ന വാചകത്തെയാണ് ഇപ്പൊ എരപ്പാക്കിയത്. ഐക്കല്ല്. അപ്പൊ സൂപ്പർ വിവരണാണെന്ന് മൂപ്പര് സമ്മതിച്ചല്ലോ. മൂപ്പര് പിന്നെ പറഞ്ഞ എന്താണ്? ആ തല വെയിലൊള്ളിക്കാൻ പാടില്ല. അത് വെയില് കൊള്ളലും ഇല്ലട്ടോ, അതൊക്കെ നിങ്ങള് അത് വെയില് കൊള്ളാറില്ല. പിന്നെ മൂപ്പരെന്താ പറഞ്ഞത്? ഐ കല്ല് എന്ന് പറഞ്ഞു. പിന്നെന്താ മൗലവി അതിന്റെ അർത്ഥോ? മൗലവി എന്നിട്ട് മൗലവിന്റെ ചെവിട് പൊളച്ചതിന് ശേഷം കേട്ടതായത് എന്ത്? അത് കല്ലാണ് എന്നുള്ള വിവരം മൗലവി ഇതുവരെ മനസ്സിലാക്കിയത് അത് വിക്ര് കെട്ടുന്നതിനെ സംബന്ധിച്ചാണ്. അതിന്റെ പേരാ മൗലവി വിവരക്കേട് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം, നിങ്ങൾക്ക് കിതാബ് മനസ്സിലാവൂല. അവിടെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളെ മുഖപത്രമായ അൽമനാറ് മാസത്തിൽ വരുത്തിയിട്ട് വായിക്കണം. CD വിറ്റ് പൈസ ഉണ്ടാക്കിയാ പോരാ, ഒരു അൽമനാറിന് പൈസ അടക്കണം നിങ്ങൾ കേട്ടോ. എന്റെ മുഖപത്രം അല്ല പറഞ്ഞത്. ഞാൻ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾക്ക് സുന്നി വോയിസ് ഉണ്ട്, അതുപോലെ റിസാലുണ്ട്. ഞാൻ അത് വായിക്കാനല്ല പറഞ്ഞത്, നിങ്ങളെ മാസിക വായിക്കണമെന്നാ പറഞ്ഞത് കേട്ടോ. ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. എന്നിട്ട് എന്നെ പരിഹസിക്കാണ്, തല വെയിലൊള്ളിച്ചൂടാ ഇല്ലേ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഐക്കല്ല് കെട്ടുന്ന പതിവുണ്ടല്ലോ. മുജാഹിദീങ്ങളെ നാട്ടിലെ കല്ല് കെട്ടുന്ന പതിവ് ഇവര് കല്ലും കെട്ടാറുണ്ടോന്ന് ചോദിച്ചില്ലേ? അത് ഞങ്ങളല്ല കെട്ടാറ്, നിങ്ങളാ. അതാ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഐക്കല്ല് കെട്ടുന്ന പതിവുണ്ടല്ലോ. ഇതുപോലുള്ള സമ്പ്രദായം പ്രാകൃത സമൂഹങ്ങളിൽ പ്രാചീന കാലം മുതൽ നിലനിന്നു കാണുന്നു. ഈ സമ്പ്രദായം ഇന്ന് ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കേട്ടോളെ, പ്രത്യേക ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജിച്ച രത്നക്കല്ലുകളും പ്രത്യേക ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജിച്ച രത്നക്കല്ലുകളും ധനലബ്ധിക്കുള്ള വിശിഷ്ട കല്ലുകളും അറബി മാന്ത്രിക കല്ലുകളും കമ്പോളത്തിൽ ഇന്ന് സുലഭമാണ്. വൻ പരസ്യം കൊടുത്താണ് ഇവ വിറ്റഴിക്കപ്പെടുന്നത്. ഇവ ധരിച്ചവന്റെ ആഗ്രഹം സഫലമാകാതിരിക്കട്ടെ എന്നാണ് റസൂൽ തിരുമേനി പ്രാർത്ഥിക്കുന്നത്. കടലിൽ നിന്നെടുക്കുന്ന ചില കല്ലുകൾ കുട്ടികൾക്ക് കണ്ണേറ് ബാധിക്കാതിരിക്കാൻ നൂലിൽ കോർത്ത് കെട്ടുന്നതിനാണ് വദഅത്ത് എന്ന് പറയുന്നത്. അവന്റെ ആഗ്രഹം സഫലമാവാതിരിക്കട്ടെ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരം ചെയ്തികളുടെ നിരർത്ഥകത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു റിപ്പോർട്ടിൽ മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ഐക്കല്ല് ധരിച്ചവൻ ശിർക്ക് ചെയ്തു എന്നാണ്. അതായത് ഐക്കല്ലിന്റെ ഫലമാണ് ഫലസിദ്ധി എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അതിൽ ആശ്രയിച്ചാൽ അവൻ ചെയ്തത് ശിർക്കാണെന്ന് സാരം. ഞാൻ ഐക്കല്ലിന്നേ പറഞ്ഞിട്ടുള്ളൂ, ആ കല്ലിന്റെ പേര് മുഴുവനും പറഞ്ഞില്ലേ നിങ്ങൾ അൽമനാറിൽ. അതിനെ സംബന്ധിച്ച് ഇന്നേ വരെ കേൾക്കാത്തത് കൊണ്ട് മൗലവി പറയാണ് സൂപ്പർ വിവരണം.
അപ്പൊ മൗലവി ഒരു കാര്യം ചെയ്യണോ, ഒന്നുമില്ലെങ്കിൽ ഒരു അൽമനാർ വായിച്ചുവിടനും, വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഒരു അൽമനാർ, കിതാബ് മനസ്സിലാവൂല, ഖുർആൻ മനസ്സിലാവൂല, ഹദീസ് മനസ്സിലാവൂല, ഒന്നും മനസ്സിലാവും. മുജാഹിദിന്റെ അൽമനാറും തിരിയാണ്ടായോ നിങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞില്ലേ, വെറുതെ ഓരോന്ന് വിളിച്ചിടണ്ട. ഇനി ഇവിടെ എന്തുണ്ടായി? ഇവിടെ തന്നെ ഇപ്പോ കുറെ ആയി ഗണന നടക്കുന്നു. എന്നാ കഴിഞ്ഞ പ്രസംഗം നടന്നപ്പോ ഇവിടുത്തെ SYS പ്രവർത്തകർക്ക് ഒരു കത്ത് കിട്ടി. ആ കത്തില് ആവശ്യപ്പെടുന്നത് എന്താണ്? ആവശ്യപ്പെടുന്നത് നിങ്ങൾ പരസ്പരം രണ്ട് പണ്ഡിതന്മാരും ഇരുന്ന് മതപരമായ ഇവിടെ തർക്കം നടക്കുന്ന വിഷയങ്ങളിൽ ഒരു സ്റ്റേജിൽ, ഒരു സദസ്സിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പരിഹാരം കാണണം. ഈ കത്ത് കൊടുത്തയച്ചത് ആരാണ്? ഈ കത്ത് കൊടുത്തയച്ചത് മുസ്ലിം സാംസ്കാരിക വേദി നാദാപുരം. ഇതിന് ചെയർമാൻ PB കുഞ്ഞബ്ദുള്ള ഹാജി, ഇതിന്റെ കൺവീനർ സൂപ്പിക്കുട്ടി മാസ്റ്റർ, ഇതിന്റെ ട്രഷറർ ജമാൽ ഹാജി. ഈ കത്ത് കൊടുത്തയച്ചപ്പോൾ ഇവിടുത്തെ SYS പ്രവർത്തകർ അതിന് മറുപടി കൊടുത്തയച്ചു. ആ മറുപടി ഞാൻ നോക്കി വായിക്കാം. നിങ്ങൾ നൽകിയ കത്ത് കൈപ്പറ്റി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഹുസൈൻ സലഫിയും തമ്മിൽ നടന്നു വരുന്ന സുന്നി മുജാഹിദ് വിവാദങ്ങൾ പ്രസ്തുത പണ്ഡിതന്മാരെ ഒരേ സ്റ്റേജിൽ അണിനിരത്തി സമാധാനപരമായ ചർച്ചയിലൂടെ യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി മുസ്ലിം ബഹുജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വേദിയും സൗകര്യങ്ങളും ഒരുക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളോട് സഹകരിക്കുമെന്ന് SYS നാദാപുരം മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നു. അള്ളാഹു സൽക്കർമ്മങ്ങൾക്ക് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രസിഡന്റ് SYS നാദാപുരം മേഖല, ജനറൽ സെക്രട്ടറി SYS നാദാപുരം മേഖല, പ്രസിഡന്റ് ഇസ്മായിൽ സഖാഫി, സെക്രട്ടറി ഹുസൈൻ കുന്നത്ത് വാണിമേൽ ഒപ്പിട്ട് കത്ത് കൊടുത്തു. അപ്പോൾ മറുവശത്തിനും അവർ ഇതുപോലെ കത്ത് കൊടുത്തിരുന്നു. ആ കത്തിന് മുജാഹിദുകൾ പ്രതികരിച്ചോ? ഞങ്ങൾക്കറിയില്ല, അവർ എഴുതിയ ഞാൻ വായിക്കാം. ഞങ്ങൾക്കിപ്പോൾ അവര് ഒരു അഭിനന്ദന ലെറ്റർ തന്നു. ആ ലെറ്റർ കൂടി ഞാൻ വായിക്കാം. അതെന്താണ്? ടു സെക്രട്ടറി SYS മേഖലാ കമ്മിറ്റി നാദാപുരം. വിഷയം സുന്നി മുജാഹിദ് തർക്കം പൊതുവേദിയിൽ പരിഹരിക്കുന്നത് സംബന്ധിച്ച് എനിക്കാണ്ടോ റഫ്. ഞങ്ങളുടെ കത്ത് തീയതി 27/2/8, താങ്കളുടെ മറുപടി തീയതി 29/2/8. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഹുസൈൻ സലഫിയും തമ്മിൽ നാദാപുരം കേന്ദ്രീകരിച്ച് നടന്നുവരുന്ന തർക്കങ്ങൾ മുസ്ലിം ജനതയ്ക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാലും മറ്റു മതസ്ഥർക്കും നിയമപാലകർക്കും ഇതൊരു തലവേദനയായി മാറിയതിനാലും ഇതിനൊരു പരിഹാരം വേണമെന്ന നിർദ്ദേശം പല ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെ നാദാപുരം മേഖലയിലും പുറത്തും അറിയപ്പെടുന്ന ഒരു പൊതുകാര്യ പ്രസക്തനും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിൽ ഒരാളുമായ വരപ്പുറത്ത് കുഞ്ഞബ്ദുൽ ഹാജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യുകയും രണ്ട് വിഭാഗത്തെയും ഒരു പൊതുവേദിയിൽ ഒന്നിച്ചിരുത്തുന്നതിനെ പറ്റി സംസാരിക്കാൻ രണ്ട് വിഭാഗത്തെയും സമീപിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് SYS മേഖലാ കമ്മിറ്റിക്കും KNM മേഖലാ കമ്മിറ്റിക്കും ഞങ്ങൾ കത്തുകൾ നൽകിയത്. താങ്കളുടെ ഭാഗത്ത് നിന്ന് അനുകൂല പ്രതികരണം ഉടൻ തന്നെ രേഖാമൂലം കിട്ടിയതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ KNM നാദാപുരം മേഖലാ കമ്മിറ്റി ഞങ്ങളുടെ കത്തിനോട് ഇതുവരെയും പ്രതികരിച്ചില്ല. ഞങ്ങളുടെ പ്രവർത്തകരോട് പല ഒഴിവ് കഴിവും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ് അവർ ചെയ്യുന്നത്. മാത്രമല്ല വീണ്ടും നാദാപുരത്ത് തന്നെ അവരത് ആവർത്തിക്കുകയാണ്. ഏതായാലും നാദാപുരത്തെ മുസ്ലിം ജനസമൂഹത്തിന്റെ ആശയാഭിലാഷങ്ങൾക്ക് മുമ്പിൽ അനുകൂല പ്രതികരണം കാഴ്ചവെച്ച താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇത് ഞങ്ങൾക്ക് അവർ തന്ന കത്താണ്. ഇത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? ആരാണ് ഇവിടെ തർക്കം വലിച്ചിടുന്നത്? ഞങ്ങൾക്ക് ഒരു വാശിയും ഇല്ല, ആരോടുമില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹ്, ആ അല്ലാഹുവിനെ സംബന്ധിച്ച് അവൻ കയറുന്നു ഇറങ്ങുന്നു, കയ്യും കാലുണ്ട്. മുമ്പ് രണ്ട് കൈ വലത്തു എടുത്തു, ഇനിയിപ്പോ വലത്ത് മാത്രം രണ്ടാണ്, എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവിനെ ചീത്ത പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാണ്, അറബി പയ്യനാണ്, സാധാരണക്കാരനായ അറബി പയ്യനാണെന്ന് പറഞ്ഞാൽ, അബൂജഹൽ വിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് സുബ്ഹാനല്ലാഹ് വാഫക്കിത്തങ്ങളും പാണക്കാട് തങ്ങളും ഒക്കെ മാനസിക രോഗികളാണെന്ന് പറഞ്ഞാൽ, കണ്ണിയത്ത് ഉസ്താദും EK ഉസ്താദും കീന ഉസ്താദും ഒക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് ആരും ചിന്തിക്കുന്നത്
ശരിയല്ലല്ലോ സഹോദരന്മാരെ. നിങ്ങൾ നിഷ്പക്ഷമായി നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്ക്, ആരാണ് കുറ്റക്കാർ? കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് മൂപ്പര് ഒരൊറ്റ ചോദ്യം, മുസ്ലിയാരെ അതെങ്ങനെയാ അള്ളാന്റെ സിഫത്തിനെ നിശ്ചയിച്ചാൽ ശിർക്കാവൂല, കുഫ്റല്ലേ ആവൂന്ന്. അപ്പൊ മൗലവിക്ക് ഞാൻ മൗലവിന്റെ ആൾക്കാരെ ഒരു ഗ്രന്ഥം തന്നെ വായിച്ചങ്ങ് കേൾപ്പിച്ചു കൊടുത്ത്, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫത്ത് നിശ്ചയിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറയുന്ന പദ്യം വായിച്ചു കൊടുത്തു. മൗലവി ഇപ്രാവശ്യം എന്നെ അറിഞ്ഞോ, നിങ്ങൾ കുറച്ച് പദ്യം ബാക്കി പദ്യം കൂടി ഞാൻ ചെല്ലാൻ എന്നാ മറുപടിയാവോ? എന്നാ മറുപടിയോ? ആവശ്യമുള്ള അല്ലാണ്ട് ഞാൻ ചെല്ലണോ? ആവശ്യമില്ലാത്ത കുറച്ച് കാലം ചെല്ലാം മറുപടി പറഞ്ഞോ? എന്നിട്ട് എന്നോട് പറയാണ്, ബഹുമാനപ്പെട്ട നെല്ലിക്കത്ത് ഉസ്താദിന്റെയും നജീബ് മൗലവിയുടെയും പുസ്തകത്തിൽ നിങ്ങൾക്കെതിരായിട്ടുണ്ട്. ആരാ മൗലവി പറഞ്ഞത്? നിങ്ങൾക്ക് പണ്ഡിതന്മാരെ ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ മൗലവി? അതിന് ഞങ്ങളെ ഉത്തരവാദി. എന്നിട്ട് നെല്ലിക്കത്ത് ഉസ്താദിനെയും നജീബ് മൗലവിയെയും ഇവിടുത്തെ ചർച്ചയിൽ വലിച്ചിടണോ? നിങ്ങൾക്ക് ഈ പണ്ഡിതന്മാരെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? പറയാൻ കഴിയുമോ? അറിയാൻ കഴിയുമോ? ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നിങ്ങളെ പുസ്തകത്തിൽ മാത്ര എത്ര സ്ഥലത്തുണ്ട് ആ വിഷയം? നിങ്ങളെ കിതാബിൽ മാത്രല്ല. വഖദ് ഖാല സജ്ജാജു കുല്ലു കാഫിരിൻ മുശ്രികുൻ, വഖദ് ഖാല സജ്ജാജു കുല്ലു കാഫിരിൻ മുശ്രികുൻ. ആ നോക്കിയിട്ട് പഠിച്ചു വാ. ഏതാ കിതാബ് ഇപ്പം പറയൂല, അങ്ങനെ ഒറ്റ കിതാബിൽ ഇല്ല എന്ന് പറ. അപ്പം നോക്കാ, ഇവിടുന്ന് പറഞ്ഞ് റാസിമാമ് പറഞ്ഞിട്ടുണ്ട്. എന്ത് റാസിമാമ് പറഞ്ഞിട്ടുണ്ട്? മുശ്രിക്കീങ്ങൾക്ക് മരണശേഷവും ജീവിതം ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു റാസിമാം പറഞ്ഞിട്ടുണ്ട്. അവിടെ റാസിമാമിന്റെ കവറും പുറത്ത് പോയിട്ട് ചോദിച്ചു എന്നോട്. റാസിമാം റളിയല്ലാഹു പറഞ്ഞത് ഒരു ദഈഫായ സ്വീകരിക്കപ്പെടാൻ പറ്റാത്തൊരു ഖൗല്, ഒരു ഖീലുണ്ട് എന്നാ. മൗലവി കവറും പുറത്ത് പോയിട്ട് ഞാനല്ല, അമാനി മൗലവിന്റെ കവറും പുറത്ത് പോയിട്ട് ചോദിക്ക്, നിങ്ങളെ ഖുർആൻ പരിഭാഷയിലുള്ളത് ആ മുശ്രിക്കീങ്ങൾക്ക് അന്ത്യദിനത്തിൽ വിശ്വാസമില്ലായിരുന്നു. റാസിമാം അന്ത്യദിനത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് തന്നെയാ പറഞ്ഞത്, ഉണ്ട് എന്നല്ല പറഞ്ഞത്. പഠിച്ചിട്ട് പറയണം മതം. പിന്നെയോ സുബ്ഹാനല്ലാഹ്, ഒരുപാട് വിഷയങ്ങളുണ്ട് പറയാൻ. ഞാൻ ചുരുക്കി പറയാണ്. മൗലവി ആനത്തലവർത്തൊരു ചോദ്യം ചോദിച്ചിന് ഇവിടെ. ഇന്നലെ ഇവിടുന്ന് പ്രസംഗിച്ചു പോകുമ്പോൾ എന്റെ ഒരു സ്നേഹിതൻ അല്ലാഹുവിന്റെ ബർക്കത്തിട്ടേന് എന്നോട് പറഞ്ഞു, മൗലവി കാര്യമായിട്ട് ചോദിച്ചു ചോദ്യം ഉണ്ട് ഉസ്താദേ. എന്താണ് അത്? നിങ്ങൾ പറഞ്ഞല്ലോ അബൂജഹലിന് വിശ്വാസമില്ല, മൗലവി പറഞ്ഞല്ലോ വിശ്വാസം ഉണ്ട്. അപ്പൊ മൗലവി ചോദിക്കുന്നു, അള്ളാഹ്ക്ക് പെൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞില്ലേ അബൂജഹലും കക്ഷികളൊക്കെ? ആ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അവർ പെൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹ്ക്ക് ബാധിക്കൂലല്ലോ, പിന്നെ അള്ളാഹ് എന്തിനാ അവർ പിടിക്കുന്നത്? മൗലവിന്റെ ചോദ്യ. മൗലവി നിങ്ങൾ ഓരോ ചോദ്യം ചോദിച്ചിട്ട് എന്റെ അടുത്ത് പഠിക്കേണ്ട ഒരു പരിപാടി ഉണ്ട്. നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോ ആ പഠിച്ചതുപോലെ ഇതും പഠിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഞാൻ തിരിച്ചൊരു ചോദ്യം കൊണ്ട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി ഇനി വന്ന് പറഞ്ഞാൽ ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞു തരും. എന്താണെന്നറിയോ? ശരിക്കും കേട്ട് പഠിച്ചോ. ഒന്നുമില്ലാതെ നിസ്കരിച്ച നിസ്കാരാണോ? നിസ്കാര ഹൈലോടുകൂടി നിസ്കരിച്ച നിസ്കാര ആണോ? ജനാപത്തോട് നിസ്കരിച്ച നിസ്കാര? അപ്പൊ നിസ്കാരമല്ലല്ലോ, പിന്നെങ്ങനെ ഹറാമായത്? പിന്നെങ്ങനെ ഹറാമായത്? ഒന്നുമില്ലാതെ നിസ്കരിച്ച നിസ്കാരമല്ല നിങ്ങൾ പറയുന്നത്. പിന്നെ എങ്ങനെ ഒന്നുമില്ലാണ്ട് നിസ്കരിക്കൽ ഹറാമാകുന്നു? നിസ്കാരമല്ലല്ലോ, പിന്നെങ്ങനെ ഹറാമാകുന്നു? മൗലവി അതിന്റെ മറുപടി പറ. എന്നാ ഇൻഷാ അല്ലാഹ് മറ്റേ മറുപടി കിട്ടും, തലച്ചോറിന്റെ കിട്ടും കേട്ടോ. അപ്പൊ കിട്ടും. അങ്ങനെ അങ്ങ് പഠിക്കണ്ട. എന്റെ അടുത്ത് കുറെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പഠിച്ച എന്തെല്ലാം ഉണ്ടെന്നറിയോ? ഞാൻ പറഞ്ഞുതരാ. ഇയാൾ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പം വന്നപ്പോ അതൊക്കെ മാറ്റി. ഇപ്പൊ പറഞ്ഞതറിയോ? മുശ്രിക്കുകൾ അള്ളാഹുവിന് വേണ്ടി എന്ന നിലക്ക് ചെയ്തിരുന്നു. ഇപ്പൊ മുമ്പ് പറഞ്ഞ അള്ളാഹുവിന് വേണ്ടി ഇത്തിക്കാഫിരുന്നു. ഇപ്പൊ പറഞ്ഞ് വേണ്ടി എന്ന നിലക്ക്. അവിടെ എന്ന നിലക്ക് ഇപ്പൊ പുതുതായിട്ട് വന്ന എവിടുന്ന? എന്റെ പ്രസംഗം കേട്ട് പഠിച്ചതാ മൗലവി. അവർ മുശ്രിക്കുകൾ ചില കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി എന്ന നിലക്ക് അവർ ചെയ്തിരുന്നു. കണ്ടോ? വേണ്ടി എന്ന നിലക്ക് കളിപ്പ് വ്യാപിച്ചെന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി തന്നെ, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ. ഇപ്പൊ വേണ്ടി എന്ന നിലക്ക് എന്ന നില വന്നത് എനിക്കേട്ടോ. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വെച്ച് കേൾപ്പിച്ച് വേറൊരു മൗലവിന്റെതും ആ മൗലവിന്റെ ഒക്കെ ക്ലിപ്പ് അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു എന്ന് പറഞ്ഞത്. ഇനിയോ മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അവർ അള്ളാഹുവിനെ ആരാധിച്ചവരായിരുന്നു. ഇപ്പൊ ഇവന്ന് വിട്ട് എന്റെ അടുത്ത് പഠിച്ച് അതിന് ആരാധന എന്ന് പറയൂല. ഇപ്പൊ പഠിച്ച് അപ്പൊ പറഞ്ഞ് ഇപ്രാവശ്യം വന്നിട്ട് പറഞ്ഞ വാചകം
ആരാധിക്കുന്നു എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നോമ്പ് എത്തിക്കാഫൊക്കെ പോയി അത് ആരാധിക്കുന്നു എന്ന നിലക്ക് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാധിക്കുന്നു എന്ന നിലയ്ക്ക് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, കൊലിയാഹുൽ കാഫിറിനെ പഠിപ്പിച്ചതാണ്. മാറ്റണ്ട്. അങ്ങനെ എല്ലാം പഠിക്കണ്ട, കുറച്ച് കുറ്റിയാടി വന്ന് പഠിച്ചോ. ഒക്കെ നാദാവിരുന്ന് പഠിക്കണ്ട. മൗലവി ചോദിക്കണ്ട്, മുസ്ലിയാരെ നിങ്ങളെ കുട്ടികൾ നിങ്ങളോട് ചോദിച്ചാൽ എന്താ ചെയ്യാൻ? എന്റെ മക്കള് ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ കുട്ടികള്, എന്റെ ദർസ് കേൾക്കുന്ന കുട്ടികള് ഇപ്പൊ ഈ സ്റ്റേജിൽ വന്ന് എനിക്ക് കിതാബ് എടുത്ത് തരും, ഓരോന്നെടുത്ത്. അതൊക്കെ ഞങ്ങളെ ദർസ് പഠിച്ച എന്റെ അടുത്തൊന്നും മുത്തലി ഉസ്താദിന്റെ ഇബ്രാഹിം ഉസ്താദിന്റെ അടുത്തും തങ്ങളൊക്കെ ഓതിയ ചെറുപ്പക്കാരാണ്. നിങ്ങൾക്ക് ഇപ്പൊ മറുപടി പറയാൻ ആ കുട്ടികൾ ധാരാളമാണ്. അതുകൊണ്ട് അവരെ സംശയമൊന്നും ബാക്കിയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ബേജാറാകണ്ട. മൗലവിന്റെ സംശയം അങ്ങ് പഠിക്കണ്ട. സഹോദരന്മാര് മനസ്സിലാക്കണം, ഒരുപാട് വിഷയം ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. സുബ്ഹാനല്ലാഹ്. മൂപ്പര് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്നോട് ചോദ്യം, മിൻ ഈമാനിഹിം മിൻ ഈമാനിഹിം, ഇതിനെങ്ങനെ അർത്ഥം പറയാന്ന് വെച്ചു കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ ശരിക്കും അർത്ഥം പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഇപ്രാവശ്യം മൂപ്പര് വന്നിട്ട് പറയാണ്, അല്ല അതിനെങ്ങനെയാ പറയാൻ? ഇപ്പം വന്നിട്ട് എന്നോട് ചോദിക്കാ അതിനെന്താ അർത്ഥം പറയാൻ? മൗലവി അറിയില്ലെങ്കിൽ നേരിട്ട് വന്ന് പഠിച്ചൂടെ? പിന്നെ സ്റ്റേജ് കയറിയിട്ട് പഠിക്കണോ? അങ്ങനെ ആരോ പഠിക്കണ്ടോ? എന്റെ മൂപ്പർ എന്നോട് പറയാം അവസാനത്തേക്ക് വെച്ചാ ഞാൻ എന്താ വിചാരിച്ചത്? ഈ ഭാരത്തിൽ അവസാനത്തേക്ക് വെച്ചാ നിങ്ങൾക്ക് അങ്ങനെ അവസാനാക്കിയാ പറ്റുമോ? അത് നിശ്ചയിച്ച മുസ്ലിയാർ ഇവിടെ പറഞ്ഞില്ലേ, മഹാദാ ഈമാനുഹും വദാലിക ഈമാനുഹും, അതാ അവരുടെ ഈമാന്. നാം മുസ്ലിയാരിനി അടുത്ത പ്രസംഗത്തിൽ ഒന്ന് അർത്ഥം വെച്ചോ. ഞാൻ മറ്റൊരു റിവായത്ത് കേൾപ്പിക്കട്ടെ. അനിബ്നു അബ്ബാസ് അന്നഹും യുഖിറൂന അന്നല്ലാഹ ഖാലിഖുഹും ഫദാലിക ഈമാനുഹും. അപ്പൊ മുസ്ലിയാർ വന്നിട്ട് വേഗം പറയും, എന്തറിയോ? അത് അന്നഹും യുഖിറൂന, അവര് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറയാണ്. എന്ത്? അന്നല്ലാഹ ഖാലിഖുഹും, അള്ളയാണ് അവരുടെ സൃഷ്ടാവെന്ന്. എന്നിട്ട് മൂപ്പര് പറയും ആ പഴയ വർത്താനം തന്നെ, ഫദാലിക ഈമാനുഹും, അതാണ് അവരുടെ ഈമാന് എന്ന് പറഞ്ഞാൽ ഈമാനല്ല എന്ന് പറയും. എന്നാൽ പറയാൻ വരട്ടെ, ബാക്കി കൂടി കേട്ടോളൂ മുസ്ലിയാരെ, ബാക്കി കേട്ടോളൂ. വഹും യഅ്ബുദൂന ഗൈറഹു, അവരെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. ഫദാലിക ശിർക്കുഹും ഫദാലിക ശിർക്കുഹും ഫദാലിക ശിർക്കുഹും. എന്താ അർത്ഥം വെക്കുക? എന്താ അർത്ഥം വെക്കാൻ എന്നോട് ഇതിനെ പഠിക്കാണ്ടിക്ക് പോകുന്നതിനെ? കഴിഞ്ഞ പ്രാവശ്യം മിൻ ഈമാനിഹിം എന്താ അർത്ഥം വെക്കാ വെച്ച് ഞാൻ അർത്ഥം വെച്ചു കൊടുത്ത്. ഇപ്രാവശ്യം നമുക്ക് അതിനൊന്നും പ്രശ്നമില്ല, മൂപ്പര് പഠിച്ച്. എന്നിട്ട് എന്നോട് വരെ പഠിച്ചോ പേരോടെ എന്താണ് എന്താ അർത്ഥം വെക്കാന്ന്? എന്താ അർത്ഥം വെക്കാന്ന് കേട്ടോ, പഠിച്ചോ ആണെങ്കിൽ ഒന്നങ്ങനെ എന്റെ വഴി കിടക്കട്ടെ ഒന്നുകൂടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത്, അന്നഹും യുഖിറൂന വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന്. മാ യുഅ്മിനു എന്നാണല്ലോ ഖുർആനിലെ വാചകം. അപ്പൊ വാസ്തവത്തിൽ ഈ അബൂജഹലിനും കക്ഷികൾക്കും ഈമാൻ ഉണ്ടാവൂല എന്ന് ഉറപ്പല്ലേ? അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വിശ്വാസമെന്നല്ല, അന്നഹും യുഖിറൂന, അവര് സമ്മതിക്കുന്നു എന്നാണ് അവിടുത്തെ ഈമാനിന്റെ അർത്ഥം. ഉത്തരം മുട്ടുമ്പോ സമ്മതിക്കുന്ന കക്ഷികളാണല്ലോ. അപ്പൊ അവിടുത്തെ അർത്ഥം സാധാരണ നമ്മൾ പറയുന്ന വിശ്വാസം എന്ന അർത്ഥത്തിലുള്ള ഈമാനല്ല. അവര് സമ്മതിക്കുന്നു അന്നല്ലാഹ ഖാലിഖുഹും. യൂമിനു എന്നുള്ളതിന്റെ തഫ്സീറാണിത്. യൂമിനുവിന്റെ തഫ്സീർ യുഖിറൂന എന്നാണ്. വിശ്വസിക്കുന്നു എന്നല്ല, ഈമാൻ ഉണ്ടായിരുന്നു എന്നല്ല, സമ്മതിക്കുന്നവരായിരുന്നു എന്നാണ് ആ വാക്കിന്റെ തഫ്സീർ വ്യാഖ്യാനം. എന്നിട്ട് അന്നല്ലാഹ ഖാലിഖുഹും, അള്ളയാണ് അവരെ പടച്ചതെന്ന് സമ്മതിക്കുന്നവരായിരുന്നു. ഫദാലിക ഈമാനുഹും, അതാ അവരെ ഈമാന്. ശരിയായ ഈമാനല്ല. വഹും യഅ്ബുദൂന ഗൈറഹു, ഏത് നിലക്ക് അവരതാ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഫദാലിക ശിർക്കുഹും തന്നെ എന്താകുക? മൗലവിന്റെ ബേജാറ്. ഫദാലിക ശിർക്കും, അപ്പൊ അതാ അവരെ ശിർക്ക് എന്ന അർത്ഥോ മൗലവിന്റെ ബേജാറ്. മൗലവി പഠിച്ചോ, അവിടെ അർത്ഥം ഫദാലിക ശിർക്കുഹും, അതവരുടെ ശിർക്കാണ്. അത് ഇപ്പറുള്ള പോലെ തന്നെ അപ്പുറവും വേണ്ടേ? വേണ്ട. അതിന്റെ അത് അപ്പുറം ഇപ്പുറവും
ഖുർആനും ഹദീസും നോക്കിയിട്ടാണ് ഓരോന്നിനും തഫ്സീർ പറയേണ്ടത്. പഠിച്ചോ, വേണമെങ്കിൽ 3-4 ആയത്ത് അതിന് പഠിച്ചോ, പിടിച്ചോ, എന്നിട്ട് കൊണ്ടുപോയിട്ട് വലിയ വലിയ മൗലവിമാരോട് പറ, നിങ്ങൾ എഴുതി തന്നോ കൊണ്ട് ഞാൻ നാദാപുരത്ത് പോയപ്പോ സംഗതി വഷളായി എന്ന് പറഞ്ഞേ. സംഗതി വഷളായിന്ന് പറഞ്ഞേ. കേട്ട് പഠിച്ചോ. മൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അർത്ഥം പറ മൗലവി. ഉദ്ദേശിക്കുന്നവൻ മുഅ്മിനാകട്ടെ. മുഅ്മിനാകാൻ അല്ലാഹു കൽപ്പിക്കാണേ. വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ കാഫിറാകട്ടെ. അല്ലാഹു കൽപ്പിക്കാണോ കാഫിറാൻ വേണ്ടി? അല്ലാഹു പറഞ്ഞു നിങ്ങളൊക്കെ കാഫിറായിക്കോളീനാ. അപ്പൊ എന്താ അർത്ഥം? മൻ ശാഅ ഫൽയുമിൻ. ഉദ്ദേശിക്കുന്നവൻ മുഅ്മിനാകട്ടെ. മുഅ്മിനാകാനുള്ള കൽപ്പനയാണ്. അത് ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി പറഞ്ഞതാണ്. വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ അവിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കരുത് എന്നാണ്. അവിശ്വസിക്കരുത് എന്നാണ്. അപ്പൊ നേരത്തെ ഫൽയുമിൻ എന്ന് പറയുമ്പോ വിശ്വസിക്കട്ടെ എന്നാണ്, ഫൽയക്ഫുർ എന്ന് പറയുമ്പോ അവിശ്വസിക്കരുത് എന്നാണ്. പക്ഷേ ഭാഷാർത്ഥത്തിൽ ഫൽയക്ഫുർ അവിശ്വസിക്കട്ടെ എന്നാണ്. പക്ഷേ ഉദ്ദേശം അതല്ല, ഉദ്ദേശം അവിശ്വസിക്കരുത് എന്നാണ്. അല്ല മൗലവി, ഉദ്ദേശിക്കുന്നോ കാഫിറായിക്കോട്ടെ എന്നല്ല കൽപ്പിച്ചതാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളെ മൗലവിമാർക്ക് ധൈര്യമുണ്ടോ? ഇനിയും കേട്ടോ മൗലവിമാരെ, അതാ മറ്റൊരായത്ത് കേട്ടോ. ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബീ. എന്താണ് അവിടെ അർത്ഥം? ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബീ. വൽയുമിനൂ ബീ. അവരെന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ. വിശ്വസിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ്. എന്നാ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വിശ്വസിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണെങ്കിൽ അവിടെ ലിയുമിനു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാൻ കൽപ്പനയാണ്. ഞാൻ വേറൊരായത്ത് ഓതുന്നു, ശരിക്ക് കേട്ടുപിടിച്ചു. എന്താ ആയത്ത്? ലിയക്ഫുറൂ ബിമാ ആതൈനാഹും. നമ്മൾ കൊടുത്തത് കൊണ്ട് അവർ അവിശ്വസിക്കട്ടെ. അവിടെ കൽപ്പനയാണോ? ഉരീദ ബിഹി തഹ്ദീദു. അത് ഭീഷണിയാണ്. ഇനി ഒന്ന് പോയിട്ട് വാ എന്നറിയില്ല, നമ്മള് പോയിട്ട് വരണോന്നല്ലേ അർത്ഥം. പോയി വന്നാ കാണിച്ചു തരാന്നതിന്റെ വേന. അതുപോലെ നിന്നെ പോകാൻ പാടില്ല. ഇനി ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോയിട്ട് വന്നാ കാണിച്ചു തരാം, വിടൂലെന്നെ അതിന്റെ അർത്ഥം. ഇതുപോലെ അവർക്ക് കൊടുത്തത് കൊണ്ട് അവരൊന്ന് നന്ദി കേട് കാണിക്കട്ടെ, അവരൊന്ന് അവിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചോളൂ എന്നല്ല, അവിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ച് ഞങ്ങളെ വെറുതെ വിടൂലാന്ന. ഇനിയും കേട്ടോ, നിങ്ങൾ സുഖിച്ചങ്ങ് നടന്നോളൂ, പിന്നെ തിരിയും നിങ്ങൾക്ക്. നടന്നോളൂ എന്നാ നടക്കണ്ടാന്നാ, നടന്നോളൂ എന്നാ സുഖിച്ച് നടക്കണ്ടാന്നാ. ഇനിയും കേട്ടോ, എന്താണ്? അവിശ്വസിക്കാൻ പാടില്ല എന്നാണ്. നേരർത്ഥം എന്താണ്? നേരർത്ഥം അവിശ്വസിക്കട്ടെ എന്നാ. അപ്പൊ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിശ്വസിക്കട്ടെ എന്നാ, വിശ്വസിക്കണ്ടെന്നല്ല. അപ്പൊ അവിടെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ്. മനസ്സാ ഫല്യൂമിൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം എന്നാണ്. മനസ്സാ ഫല്യക്ഫുർ എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കരുത് എന്നാണ്, വിശ്വസിക്കണമെന്നല്ല. അപ്പൊ ഓരോ സ്ഥലത്തും സാന്ദർഭികമായിട്ടാണ് ഓരോന്നിനും അർത്ഥം വരിക. ഇനിയും കേട്ടോ മൗലവി, ഖുർആനിലെ ആയത്ത് കേട്ട് പഠിച്ചോ. അല്ല പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ, അല്ലാഹനെ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ. അല്ല പറയാം. അതേ അല്ല മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നിങ്ങൾ അല്ലാഹനെ ആരാധിച്ചോ. എന്താ മാന മൗലവി? ഉബ്ദുല്ലാ എന്ന് പറഞ്ഞാൽ അതേ മാനയാണോ? ഉബ്ദു മാ ശീതും എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ എന്ന് പറഞ്ഞാൽ ആരാധിക്കരുത് എന്ന് അതിന്റെ അർത്ഥം. ആരാധിക്കരുത് എന്ന് അതിന്റെ അർത്ഥം. ആരാധിച്ചോ തന്നെ ആരാധിക്കണ്ടാന്നാ, ആരാധിക്കണ്ടാന്നാ. ഇവിടെയോ ഉബ്ദുല്ലാ എന്ന് പറഞ്ഞാലോ ആരാധിക്കണോന്നാ. അപ്പൊ വാചകത്തിന്റെ അർത്ഥം കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ച എന്താണ്? മൂപ്പര് 3 പ്രാവശ്യം പറയുന്നുണ്ട്. 300 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല മൗലവി, കിതാബ് ഓതി പഠിക്കാതെ കേട്ടോ. ബുക്കും വായിച്ച് നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം. ഇനിയും കേട്ടോ, മുശ്രിക്കീങ്ങളെ സലാത്ത്, മുശ്രിക്കീങ്ങളെ നിസ്കാരം മുട്ടുംപാട്ടുമാണ്. അവിടുത്തെ സലാത്തിന് അങ്ങനെ അർത്ഥോ? അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില എന്ന് പറഞ്ഞാലോ മുട്ടുംപാട്ടുവാ. അതുപോലെ തന്നെ ഖുർആനിൽ തന്നെ സലാത്ത് എന്നുള്ള പദം വന്നാൽ മറ്റുള്ള സ്ഥലത്തൊക്കെ അർത്ഥം അങ്ങനെ. അപ്പൊ ഓരോ സ്ഥലത്തും സാന്ദർഭികമായി ഓരോ അർത്ഥം ഉണ്ട്. ഇത് മനസ്സിലാക്കാത്തതാണ് നിങ്ങൾക്ക് ഇവിടെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. എന്താണ്?
മനസ്സിലാക്കാത്തതാണ്. എന്നിട്ട് മൂപ്പര് ചോദിക്കുക എന്നോട്, മനസ്സിലായോ പേരോടെ പഠിക്ക് എന്ന് വെച്ചോട്ടവനെ ആ അഹങ്കാരത്തിന്റെ വാക്ക്. മനസ്സിലായോ? മനസ്സിലായോ പേരോടെ? പഠിക്ക് പേരോടെ. പഠിച്ചോ പിടിച്ചോ. പിന്നെ മൗലവി എന്താ അറിയോ? വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന ആയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെതിരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഈ ആയത്ത് ഓതിയിട്ട് മൗലവി പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടോ. മൗലവി അള്ളാഹുവിന്റെ ഖുർആനിൽ തിരിമറി നടത്തുന്നു. ആ തിരിമറി ഒന്ന് കേട്ടോ നിങ്ങള്. ആ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുമിനു, മറ്റൊന്ന് മുശ്രികൂനാനും പറയുന്നുണ്ട്. യുമിനു എന്നല്ല അല്ല പറഞ്ഞത്. അല്ല പറഞ്ഞത് വമാ യുമിനു. മൗലവി എന്ത് ചെയ്തു? വമാ യുമിനു എന്നുള്ള മാങ്ങട്ട് കട്ടു. പണ്ടിലാകട്ട കമ്പനിയല്ലേ, നാദാവത്തിന് മുമ്പ് കട്ടതിലായാണ്, ഇപ്പം കട്ടത് ഖുർആനിൽ ആയത്തിൽ നിന്ന് മായാണ്. വമാ യുമിനു എന്നാ ഉള്ളത്, യുമിനു നല്ലേ മൗലവി. പിന്നെയോ ഇല്ലാ വഹും മുശ്രികൂൻ എന്നാ ഉള്ളത്. അവിടെ മൗലവി പറയുന്നത് മുശ്രികൂൻ എന്ന്. ഒന്നുകൂടെ ചോദിച്ചാൽ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുമിനു, മറ്റൊന്ന് മുശ്രികൂനാനും പറയുന്നുണ്ട്. അപ്പൊ മൂപ്പര് വിചാരിച്ച പോലെയായി. യൂമിനു മുശ്രികൂൻ, മുശ്രിക്കുകൾ വിശ്വസിക്കൂന്നായല്ല അർത്ഥം. ഇവർക്ക് അതാണ് കിട്ടണ്ടേ. ഒന്ന് യൂമിനു, ഒന്ന് മുശ്രികൂൻ. ഇപ്പുറത്ത് കുറച്ച് അക്ഷരം കെടുത്താൽ ഇപ്പുറത്ത് കുറച്ച് അക്ഷരം കെടുത്താൽ. എനിക്ക് കേട്ടോളൂ, മൂപ്പര് ഇതറിയോ? ഒരേ കൂട്ടരെ പറ്റിയാ പറയുന്നത്. എന്നിട്ട് യൂമിനു എന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് പിന്നെ വമാ യൂമിനു എന്ന് പറഞ്ഞു. കേട്ടാ തോന്നും തെറ്റിപ്പോയതാണ്, മൂപ്പരെ തട്ടിപ്പാണ്. എന്നിട്ട് മൂപ്പര് പറയാ അവരെ പറ്റി തന്നെയാണ് വഹും മുശ്രികൂൻ എന്ന് പറഞ്ഞത്. വഹും മുശ്രികൂൻ എന്നല്ല പറഞ്ഞത്. വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ ചെയ്തത് മൗലവി? മൗലവി ഖുർആനിലെ ആയത്തില് അതാ അക്ഷരങ്ങൾ അങ്ങോട്ട് തട്ടി. അത് ചോദിച്ചവനെ അപ്പൊ ഒരേ കൂട്ടരെ സംബന്ധിച്ച് തന്നെ യുമിനു വമാ യുമിനു എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അവരെ പറ്റി തന്നെ വഹും മുശ്രികൂന എന്നും പറയുന്നുണ്ട്. കണ്ടോ തട്ടിപ്പ്? ഖുർആനിലെ ആയത്തോട്ടാ തട്ടിപ്പ്. സുബ്ഹാനല്ലാഹ്. എന്നാ സഹോദരന്മാരെ, മൗലവി തന്നെ പറയുന്നു ശറയിൽ അംഗീകരിച്ച ഈമാനെ കുറിച്ചാണ്, സ്വർഗത്ത് കടക്കുന്ന ഈമാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വരുത്തി തീർക്കാണ്. ഇത് അബൂജഹലിനുണ്ട് തന്നെ ഈമാന്. ശറയിൽ അംഗീകരിച്ച ഈമാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്ത് കടക്കുന്ന ഈമാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ വരുത്തി തീർക്കാണ് എന്ന് മൗലവി പറയുന്നു. മൗലവി സ്വർഗത്ത് കടക്കാത്തൊരു ഈമാനും സ്വർഗത്ത് കടക്കുന്ന ഒരു ഈമാനും, അങ്ങനെ രണ്ട് സൈസ് ഈമാൻ ഉണ്ടോ? ഇപ്പൊ പരിശുദ്ധ ഖുർആൻ തന്നെ അക്ഷരം കട്ടിട്ടുണ്ടാണ് മൗലവി ഇപ്പോൾ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം. അദ്ദേഹം ഓതിയ ആയത്തുണ്ടല്ലോ, വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് പറയുന്ന ആയത്ത്, അതിന്റെ നേരെ മേലെ നിങ്ങൾക്ക് കാണാം വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. നബിയേ, തങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ആ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വാസികളാകൂല നബിയേ. അപ്പൊ അവര് മുഅ്മിനീങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അവിടെ പറയുന്നത് എന്നത് എന്റെ സഹോദരന്മാരെ നിങ്ങളെ മനസ്സിൽ ഓർമ്മ വേണം. പക്ഷേ അതൊക്കെ മൂടി വെച്ചിട്ട് മൗലവി ഖുർആനിന്റെ ആയത്ത് തന്നെ അതിൽ നിന്ന് അക്ഷരങ്ങൾ ഒഴിവാക്കി പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിച്ച് ജനങ്ങളെ പിഴപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ പ്രസംഗത്തിൽ മൗലവി എന്റെ ഒരു വാചകം കട്ടിട്ട് ക്ലിപ്പ് കേൾപ്പിച്ചു. അത് ഞാൻ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ ഇപ്പൊ മൗലവി പറയുന്നു എന്റെ ക്ലിപ്പിന്ന് ഉള്ളാന്നുള്ളത് ഒഴിവാക്കിയിട്ട് ക്ലിപ്പ് വെച്ചിട്ട് അത് ഒഴിവാക്കി ഞാൻ പിടിച്ച് കാണിച്ച മൂപ്പരയ്ക്ക. അതിന് പേരോണ്ട് എന്താ നഷ്ടം? എന്റെ സാധനം കട്ടുപോ നിർത്താൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇത് കട്ടുകൊണ്ട് നഷ്ടം? അതുപോലല്ലേ മൗലവിയാ ചോദിച്ചത്? ഒരല്പം മാന്യതയുടെ ചോദിക്കുക ആ ചോദ്യം. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, പിന്നെയോ സമയം വൈകുന്നതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. മോനെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസമാണ് തൗഹീദ്. അല്ലാതെ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാതിരിക്കലല്ല, ബദരീങ്ങളെ വിളിക്കാതിരിക്കലല്ല, റസൂലുള്ളാഹിനെ വിളിക്കാതിരിക്കലല്ല തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗിച്ചത് മൗലവി സമ്മതിക്കുന്നത് ഒന്ന് കേൾപ്പിച്ചെടുത്ത. എന്നിട്ട് മൂപ്പര് നമ്മളോട് പറയാ സലഫി തൗഹീദ് എന്ന് പറഞ്ഞ
അള്ളാനെ മാത്രം തകർക്കലെന്നല്ല, മൊയ്‌ദി ശൈഖിനെ വിളിക്കാതിരിക്കാന്നല്ല, റിഫായി ശൈഖിനെ വിളിക്കാതിരിക്കാന്നല്ല, അമ്പർത്തങ്ങളെ വിളിക്കാതിരിക്കാന്നല്ല. പിന്നെന്താ തൗഹീദ് എന്ന് പറഞ്ഞാ? അത് ഞങ്ങൾ കിതാബ് തൗഹീദ് എന്നാ തൗഹീദ് പഠിച്ചത്. ആരുടെ കിതാബ് തൗഹീദ്? ബുഖാരി ഇമാമിന്റെ കിതാബ് തൗഹീദ് എന്ന് ഇങ്ങനെ നീർത്തി കാണിക്കുന്നുണ്ട്. മൂപ്പര് വിചാരിച്ചിട്ടൊന്നും നമ്മളാരും കണ്ടിട്ടില്ല എന്നാ. കിതാബ് തൗഹീദും അതിലുള്ള കിതാബുകളൊക്കെ അള്ളാന്റെ തൗഫീഖോടുകൂടി കുരുത്തോം പൊരുത്തോള്ള ആലിമീങ്ങളുടെയും ഉസ്താദുമാരുടെയും നാവിൽ നിന്ന് കേട്ടും ഓതി പഠിച്ചിട്ടും തന്നെയാ പേരോടെ ഇതിനൊക്കെ നടക്കുന്നത്. ഇതിനൊക്കെ അതിനെ നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, കിതാബ് തൗഹീദിന് മൂപ്പര് എന്നിട്ട് പറയാണ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇഖ്റാറു ഷഹാദത്തൈനിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രല്ല. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ച അവസരത്തിൽ മുആദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് കൊടുത്തു, അവിടെ പോയിട്ട് അവരെ തൗഹീദ് പഠിപ്പിക്കണം. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞപ്പോ അവിടെ പോയിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്താണ്? ആ തൗഹീദിനെ സംബന്ധിച്ച് പറയുമ്പോ നീ അവിടെ പോയിട്ട് അവരോട് പറയണം, അള്ളാഹുവിനെ മാത്രം തൗഹീദാക്കണം, അഥവാ ഏകത്വത്തെ പഠിപ്പിക്കണം എന്ന് പറയുമ്പോ അദ്ദേഹം വളരെ വിശദമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആശയം എന്താണ്? അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രല്ല അന്നീ റസൂലുള്ളാഹ് എന്നും കൂടി പറഞ്ഞു കൊടുത്തു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രല്ല മുഹമ്മദ് റസൂലുള്ളാഹിയും കൂടി അംഗീകരിക്കലാ തൗഹീദ്. ആർക്കാ സുഹൃത്തുക്കൾ ഇതിൽ വല്ല തർക്കം? ഇതിൽ ആർക്കെങ്കിലും വല്ല തർക്കമുണ്ടോ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രല്ല മുഹമ്മദ് റസൂലുള്ളാഹിയും കൂടി അംഗീകരിക്കലാ തൗഹീദ്. ആർക്കാ സുഹൃത്തുക്കൾ ഇതിൽ വല്ല തർക്കം? ഇതിൽ ആർക്കെങ്കിലും വല്ല തർക്കമുണ്ടോ? അപ്പൊ സഹോദരന്മാര് കേട്ടില്ലേ, ഞാൻ പറഞ്ഞതിലൊന്നും അയാൾക്ക് തർക്കമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ മൂപ്പര് അവിടെ സമ്മതിക്കുകയാണ്. ഇനിയൊന്ന് കേൾക്കണം നിങ്ങൾക്ക്. തറാവീഹ് 20 റക്അത്ത് 3 റക്അത്ത് വിത്റുമാണ് നമ്മൾ നിസ്കരിക്കാറ്. മൂപ്പര് പറയുന്നേ അതിന് ഒരു കുഴപ്പമില്ല. അത് വെച്ചെടുത്തവനെ 23 നിസ്കരിക്കുന്നത് ഹറാമാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. 23 നിസ്കരിക്കുന്നവര് വരച്ചവരാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. 23 നിസ്കരിക്കുന്നത് ഹറാമാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. 23 നിസ്കരിക്കുന്നവര് വരച്ചവരാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. കണ്ടോ, പേച്ചവരാന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതുവരെ നമ്മൾ കേട്ടെന്തേനു? 20 റക്അത്ത് തറാവീഹ് 3 റക്അത്ത് വിത്ർ നിസ്കരിച്ച പേച്ചവരാണ്. എല്ലാ പള്ളിയിലും തല്ലിണ്ടാക്കിയിട്ട് ഇപ്പം പറയുന്നത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ, ഇയാൾ എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് 1, 2, 3 എത്ര കളവാണ് ചെയ്തത്. ഞാൻ 1, 2 സ്റ്റേബിളിന് വേണ്ടി നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഞാന് ഒരു ക്ലിപ്പ് വെച്ചിട്ട് മൗലവിന്റെ വിഷയങ്ങൾ പിടിച്ച് ജനങ്ങളെ കേൾപ്പിച്ചു. അതെന്താണ്? മൂപ്പര് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കഫറൂ ബി റബ്ബിഹിം എന്ന് പറഞ്ഞാല് അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്നല്ല, പിന്നെ പരലോകത്തിൽ അവിശ്വസിച്ചു എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസന എന്ന് പറഞ്ഞാൽ പരലോകമേ ഗുണം തരണേ എന്നാണോ? റബ്ബ് തന്നെ പരലോകാണോ എന്ന് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിന് മൂപ്പര് ഇപ്രാവശ്യം എന്താ ചെയ്തോ? എന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ആദ്യ ഭാഗം എടുത്ത് ബേക്കിലിട്ടിട്ട് ബേക്കിലുള്ള ഭാഗം എടുത്ത് അപ്പറിട്ടിട്ട് മധ്യത്തിലുള്ള ഭാഗം കട്ടളഞ്ഞിട്ട് മൂപ്പര് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് 3 പ്രാവശ്യം എടുത്ത് കേൾപ്പിച്ചിട്ട് പേരോട് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കുറെ കളി കളിച്ച്. അത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാണെങ്കിൽ ഒന്ന് ശരിക്കൊന്ന് മനസ്സിലായിക്കോളി. മൗലവിന്റെ ആ അടവുകള് പൊട്ടിപ്പൊളിയുന്നത് കണ്ടോളൂ. മൗലവിയുടെ അടവുകള് പൊട്ടിപ്പൊളിയുന്നത് കണ്ടോളൂ. അട്ടിമറികൾ പൊട്ടിത്തകരുന്നത് കണ്ടോളൂ. ഒന്ന് വെച്ചു കൊടുക്കുവാനെ. ഫസ്റ്റ് ആദ്യം പറഞ്ഞു എന്നിട്ട് മൂപ്പര് പറയുന്നു ഒന്ന് വെച്ചു കൊടുക്ക്. പേരോട് ആദ്യം പറഞ്ഞു റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലിക അർത്ഥം വെച്ച് പരലോകാണ്. പേരോട് ആദ്യം പറഞ്ഞു റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലിക അർത്ഥം വെച്ച് പരലോകാണ്. പച്ചക്കള്ളാണ്. ആദ്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു എന്താണെന്ന് വെച്ചു കൊടുക്കുവാനെ. എന്റെ ക്ലിപ്പ് വെച്ചു കൊടുക്കുക. ആദ്യം പറഞ്ഞു റബ്ബിഹിം എന്നല്ലേ ഖുർആൻ അല്ലാഹ് പറഞ്ഞു. അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ? അള്ളാഹുവിൽ അവിശ്വസിച്ചു. മൗലവിന്റെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? നേതാക്കന്മാർ വെച്ച അർത്ഥം അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. റബ്ബ് തന്നെ അള്ളാഹ് തന്നെയാണല്ലോ. അപ്പോ നിങ്ങൾ എല്ലാരും വെച്ച അർത്ഥം കഫറൂ ബി റബ്ബിഹിം എന്നതിന് തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേന്നാ. ഖുർആൻ അർത്ഥം പറയുമ്പോൾ അവരങ്ങനെ ശരിയാനൊക്കെ അർത്ഥം വെച്ചത്. പിന്നെ ഇങ്ങോട്ടൊന്നും വ്യാഖ്യാനിച്ചിട്ട് വടക്കാക്കാണ് ഞാൻ സംഭവം. അപ്പൊ ഇനി ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഇതാ പറഞ്ഞു. എന്റെ ക്ലിപ്പ് എടുത്ത് പരിശോധിക്കട്ടെ. ആര് പരിശോധിച്ചാൽ തെക്കല്ല. ആദ്യം ഞാൻ പറഞ്ഞു ഇതാണ്. പക്ഷേ മൂപ്പരെന്ത് ചെയ്തു? റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലവി അർത്ഥം വെച്ച് പരലോകാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് മൂപ്പര് പറഞ്ഞു. പച്ചക്കള്ളാണ്. സത്യത്തിൽ ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങളിപ്പൊ കേട്ട വാചകമാണ്. എനിക്ക് കേട്ടോ മൗലവിന്റെ 2ാം കളവ്. മൂപ്പര് പറയാണ് ഈ നാവ് കൊണ്ടാ കുറച്ച് മുമ്പ് പറഞ്ഞത് റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലവിക്ക് പരലോകമാണ്. അതും കളവാണ്. അതും കളവാണ്. അതൊന്ന് വെച്ചു കൊടുത്താ മനെ മൗലവിന്റെ കളവ്. ഈ നാവുകൊണ്ടാ കുറച്ച് മുമ്പ് പറഞ്ഞത് റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലവിക്ക് പരലോകാണ്. മുമ്പല്ല പറഞ്ഞു, ശേഷാ പറഞ്ഞു.
മൂപ്പര് എന്നെ പരിഹസിക്കാൻ വേണ്ടി ക്ലിപ്പ് തിരിച്ചു മറിച്ചു വിട്ടിട്ട് പറയുന്ന കളവുകളാണ്. ഇനി അത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അവിടെ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചാല് സത്യത്തിൽ ഉണ്ടായത് എന്താണ്? മൗലവി അർത്ഥം വെച്ചത് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ മൗലവിയുടെ ദുർവ്യാഖ്യാനം എന്താണെന്ന് കേൾപ്പിക്കുകയും മൗലവിയുടെ ദുർവ്യാഖ്യാനം അനുസരിച്ചുള്ള അർത്ഥം എന്താണെന്ന് വിവരിക്കുകയാണ് ചെയ്തത്. അതൊന്ന് വെച്ചോട്ടാ മോനെ. അഫറൂബി റബ്ബിഹിം എന്നല്ലേ ഖുർആൻ അല്ലാഹു പറഞ്ഞു. അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ? അള്ളാഹുവിൽ അവിശ്വസിച്ചു. മൗലവിന്റെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? നേതാക്കന്മാർ വെച്ച അർത്ഥം അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. റബ്ബ് തന്നെ അല്ലാഹു തന്നെയാണല്ലോ. അപ്പോ നിങ്ങൾ എല്ലാരും വെച്ച അർത്ഥം കഫറൂബി റബ്ബിഹിം എന്നതിന് തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേന്നാ. എന്നാലേ ചേറ്റിയട്ടിയിൽ വന്നിട്ടേ മൗലവി എന്താ പറഞ്ഞറിയോ? അവിടെ കഫറു എന്ന് പറഞ്ഞാല് കഫറൂബി റബ്ബിഹിം എന്ന് പറഞ്ഞാല് ആഖിറത്തിൽ അവിശ്വസിച്ചു എന്നാണ്. ഇങ്ങനെ പാരത്രിക ലോകത്തിൽ അവിശ്വസിച്ചു എന്നാണ് എന്തിന്റെ അർത്ഥം? കഫറൂബി റബ്ബിഹിം എന്നതിന്റെ അർത്ഥം. അതൊന്ന് കേൾപ്പിച്ചോട്ടാവനെ. പിന്നെ ഇവിടെ കഫറു എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് അള്ളാഹുവിനെ പറ്റി എല്ലാം വിശ്വസിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ അയാൾ പറഞ്ഞു എന്ത്? പരലോകം ഉണ്ടാവില്ല, മരണാനന്തര ജീവിതം ഉണ്ടാവില്ല എന്നൊരാൾ നിഷേധിച്ചാലോ അവന് കാഫിർ എന്ന് തന്നെ പറയാ. അപ്പൊ അവൻ അള്ളാഹനെ നിഷേധിച്ചത് കൊണ്ടല്ല അവന് കാഫിർ എന്ന് വന്നത്. അള്ളാഹനെ നിഷേധിച്ചുകൊണ്ടല്ല കാഫിർ, പിന്നെ പരലോകം നിഷേധിച്ചുകൊണ്ടാണ്. അപ്പൊ കഫറൂബി റബ്ബിഹിം എന്നുള്ളതിന്റെ അർത്ഥം എന്താ മൗലവി? കഫറൂബി റബ്ബിഹിം, അവർ പരലോകം കൊണ്ട് അവിശ്വസിച്ചവരത്രേ. എന്തേ നിങ്ങളെ പരിഭാഷയിൽ അങ്ങനെ എഴുതാതിരുന്നത്? എന്തേ നിങ്ങളെ പരിഭാഷയിൽ പരലോകം കൊണ്ട് അവിശ്വസിച്ചവര് എഴുതാതിരുന്നത്? നിങ്ങളെ നാവ് കൊണ്ട് എന്തേ അങ്ങനെ അർത്ഥം പറയാതിരുന്നത്? കണ്ടോ, നിങ്ങളെ നാവ് കൊണ്ട് എന്തേ അങ്ങനെ അർത്ഥം പറയാതിരുന്നത്? പിന്നെ വ്യാഖ്യാനിച്ച് ഇവിടക്കാക്കിയതാണ്. എന്നിട്ട് മൗലവി ഇവിടെ വന്നിട്ട് പച്ചക്കള്ളം പറയുന്നു. അത് വെച്ചോളൂ. മൗലവിയുടെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? റബ്ബിൽ വിശ്വസിച്ചു. മൗലവിയുടെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? റബ്ബിൽ വിശ്വസിച്ചു. മൗലവിയുടെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? റബ്ബിൽ വിശ്വസിച്ചു. മൗലവി ഇപ്പൊ പറഞ്ഞ എന്താണ്? മൗലവിയുടെ നേതാക്കള് റബ്ബിൽ വിശ്വസിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്നാ പറഞ്ഞത്. ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞെന്തറിയോ? റബ്ബിൽ അവിശ്വസിച്ചവരത്രയെന്ന് പറഞ്ഞു എന്നാ. അത് വെച്ചുകൊടുത്ത മൗലവിന്റെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? നേതാക്കന്മാർ വെച്ച അർത്ഥം അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. 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 കണ്ടോ, ഞാൻ പറഞ്ഞ അവിശ്വസിച്ചവരത്രേ. മൗലവി പറഞ്ഞതോ? മൗലവി പറഞ്ഞത് റബ്ബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. പച്ചക്കള്ളം. മൗലവി പറഞ്ഞ വ്യാഖ്യാനം എന്താണെന്ന് അയാൾ എന്നെ സമ്മതിക്കുന്നത് കേട്ടോളി. പരലോകം അയാൾ വ്യാഖ്യാനിച്ചത് അയാൾ എന്നെ സമ്മതിക്കുന്നത് കേട്ടോളി. വെച്ചുകൊടുക്കുമനെ. അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്ന് തന്നെയാണ് പറയാ. ഒരാൾ എന്ത് നിഷേധിച്ചാൽ കാഫിറായി. അള്ളാഹനെ നിഷേധിച്ചു എന്ന് തന്നെ പറയും ഒരാൾ പരലോകത്തെ നിഷേധിച്ചാൽ. ഇതാ ഞാൻ അവിടെ പറഞ്ഞത്. കേട്ടില്ല നിങ്ങള്? മൂപ്പര് പറഞ്ഞ എന്താന്ന് മൂപ്പർ എന്നെ വിശദീകരിച്ചു. കാഫിറായി അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്നാ പറയാ പരലോകത്തിനെ അവിശ്വസിച്ചാൽ. ഇത് അയാൾ എന്നെ സമ്മതിച്ചു. അയാൾ വ്യാഖ്യാനിച്ച എങ്ങനെയാണ്? എന്നിട്ട് മൂപ്പര് പറയുന്നു റബ്ബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം പരലോകമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അയാൾ എന്നെ നിഷേധിക്കുന്നു. അതൊന്ന് വെച്ചുകൊടുത്തേ. റബ്ബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം പരലോകമാണ്. റബ്ബ് എന്നാൽ അർത്ഥം പരലോകമാണ് എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. എന്നാ ഇപ്പൊ പറയും. ഇനി രണ്ട് കൂട്ടൊന്ന് വെച്ചു കൊടുത്തവനെ. റബ്ബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം പരലോകമാണ്. റബ്ബ് എന്നാൽ അർത്ഥം പരലോകമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ അള്ളാഹനെ നിഷേധിച്ചു എന്ന് തന്നെ പറയും ഒരാൾ പരലോകത്തെ നിഷേധിച്ചാൽ. ഇതാ ഞാൻ അവിടെ പറഞ്ഞത്. ഈ അള്ളാഹനെ നിഷേധിച്ചു എന്ന് തന്നെ പറയും ഒരാൾ പരലോകത്തെ നിഷേധിച്ചാൽ. ഇതാ ഞാൻ അവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞ മൂപ്പർ അവിടെ സമ്മതിക്കുകയാണ്.